working, you know. Don't be beggar. Now you're going to change within a second. കണ്ടില്ലേ ആള് മാറുന്നത്, മുഖം മാറുന്നത്. ഇവരുടെ മുടിയാണ് ഇവരുടെ ഇത്. ഞാൻ പുള്ളിക്കാരന് 2000 കൊടുത്തു. 2000 കൊടുത്തപ്പോ 2000 പറ്റൂല. 2000 എന്ന് പറയുമ്പോൾ യു ലൈക്ക് മൈ ഹെയർ. ആ പുള്ളിക്കാരി താങ്ക് യു. ഓക്കെ മാം. അടുത്ത ദിവസമായി രാവിലെ ചപ്പാത്തി കഴിച്ചു. നമ്മുടെ ബെനിൻ എന്ന് പറയുന്ന രാജ്യത്തു നിന്ന് വിട്ട് പുതിയൊരു രാജ്യമായിട്ടുള്ള വലിയൊരു രാജ്യമായിട്ടുള്ള നൈജീരിയയിലോട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ നൈജീരിയയിൽ പോകാൻ വേണ്ടി നമ്മുടെ ചേട്ടനോടെ പോയി. നമ്മുടെ ജോയിൻ ചേട്ടാ മോർണിംഗ്. ജോയിൻ ചേട്ടൻ്റെ കൂടെ ജോയിൻ ചേട്ടൻ ബോർഡറിലാക്കി തരുവാണ് കേട്ടോ. അങ്ങനെ ലെറ്റ്സ് ഗോ. ആർ യു എക്സൈറ്റഡ് ഫോർ ന്യൂ കൺട്രി? ചേച്ചി താങ്ക് യു. പാക്കലാം. താങ്ക് യു കേട്ടോ. താങ്ക് യു സോ മച്ച്. നമ്മളങ്ങനെ നമ്മുടെ നഗരം വിട്ടു പോവുകയാണ്. ആ കാണുന്നത് നമ്മുടെ ഒരു പൊഴി ഭാഗമാണ്. അതായത് ലേക്ക് നുക്കു എന്ന് പറയുന്ന ഒരു ലേക്കും നമ്മുടെ അറ്റ്ലാന്റിക് ഓഷനും തമ്മിൽ കൂട്ടുമുട്ടുന്ന ഒരു ഭാഗം. അറ്റ്ലാന്റിക് അല്ലല്ലോ ഇത്, അറ്റ്ലാന്റിക് ഓഷൻ. നമ്മളങ്ങനെ സെമേ എന്ന് പറഞ്ഞ നമ്മുടെ നൈജീരിയ ബെനിൻ ബോർഡറിന്റെ ഭാഗത്തോട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. ആ കാണുന്നതാണ് നമ്മുടെ ബോർഡർ. ഞാൻ ഒരു തവണ ഇവിടെ വന്നിട്ടുള്ളൂ. ലാപ്ടോപ്പ് ഒരു തവണ മേടിക്കാൻ വേണ്ടി വന്ന. Go. See. I don't want. See, I'm an officer. I don't want any problem between you and your colleague. Listen, I want of that. The guy told me. Now one of them, I want senior man for that. Okay. Now one senior man for that. Say make I don't know. Oga, go there. Let's walk. നമ്മളങ്ങനെ ബോർഡർ ക്രോസ് ചെയ്ത് ടാക്സി എടുത്തു. ഞാൻ ഇതിൻ്റെ ഇടയിൽ വലിയൊരു കാര്യമുണ്ട് കേട്ടോ. ഞാൻ കരഞ്ഞുപോയി. അങ്ങനെ ഞാൻ 10,000 കൊടുത്ത് ടാക്സിയിൽ കയറി. ബ്രദർ താങ്ക് യു സോ മച്ച്. അയ്യോ ആ പുള്ളിക്കാരനാണ് ഫ്രണ്ട് ഇരുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. യു ആർ നൈജീരിയൻ? ബെനിൻ. ആ നൈസ്. മേഴ്സി ബുക്കോ. ഓക്കെ. ഒരു പുള്ളിക്കാരനാണ് കേട്ടോ. നല്ലൊരു ഞാൻ ഫ്രണ്ട് ഇരിക്കട്ടെ എന്ന് ചോദിച്ചു, സമ്മതിച്ചു. ഞാൻ ആദ്യം വന്നു, നൈജീരിയയിൽ വന്നു. നമ്മൾ ടാക്സിക്ക് പൈസ കൊടുക്കുന്നുണ്ടോ? 20,000 കേട്ടോ ഓരോ 2 പേർക്ക്. 10,000 പഠിച്ചോനെ. പൈസയാണ്. ആ കണ്ടില്ലേ, ഭിക്ഷക്കാരന്മാരാണ് കേട്ടോ. ഇവർക്ക് നാണം ഇല്ലേ? പോയി പണിയെടുത്ത് ജീവിക്കാൻ പറ. ഭ്രാന്തെടുക്കും കേട്ടോ. You go work and make money. I'm also making money working, you know. Don't be beggar. ഞാൻ നൈജീരിയയിൽ വന്നപ്പം ആദ്യം വന്ന് ഇവര് യെല്ലോ ഫീവർ ഇല്ല, അതില്ല, മാങ്ങാത്തോലില്ല എന്ന് പറഞ്ഞ് എന്റെ അടുത്തൊന്നും അവളുടെ അടുത്തൊന്നും പൈസ വെച്ച് എനിക്ക് എങ്ങനെ വന്നതാ. ഞാൻ പറഞ്ഞു ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പം ഭയങ്കര ചൂടാകുന്നു. അവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മൾ പൈസ കൊടുക്കാനുള്ളത് നമ്മുടെ അവകാശം എന്നാണ്. അവർക്ക് പൈസ കിട്ടാനുള്ള അവരുടെ അവകാശം എന്നുള്ളതാ. പിന്നെ 2,000 സേഫ് കൊടുത്തു. 2,000 സേഫ് എന്ന് പറയുമ്പോൾ തന്നെ 300 അടുപ്പിച്ചായ കേട്ടോ. അത് കൊടുത്തു. പിന്നെ ബാക്കിയുള്ള സ്ഥലത്തെല്ലാം നൈജീരിയയിൽ എമിഗ്രേഷനിൽ പോയപ്പോൾ ഞാൻ ഇവർ പൈസയ്ക്ക് വേണ്ടി അകത്ത് ഓഫീസിൽ കൊണ്ടുപോയി. ബെനിൽ പൈസ ഒന്നും ചോദിച്ചില്ല, കുറേ നോക്കി. പിന്നെ അകത്ത് ഓഫീസിൽ കൊണ്ടുപോയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ മൊറോക്കോട്ട് ഞാൻ പിന്നെ സെൻഡ് അടിച്ചു. അതായത് ഞാൻ ഇത് ആക്ഷൻ വിട്ടു. ഞാൻ നൈജീരിയ അവിടം വരെ നടന്നു പോവാണ്. മൊറോക്കോ നിന്ന് നൈജീരിയ വരെ നടന്നു പോവാണ്. നൈജീരിയ നിന്ന് എനിക്ക് വയ്യ, ഇനി ഞാൻ വീട്ടിൽ പോവാണ് കുറച്ച് ദിവസത്തെ. അപ്പം തന്നെ പുള്ളിക്കാരൻ പറഞ്ഞു നീ എമിഗ്രേഷനിൽ പൊയ്ക്കോളാം എന്ന്. പൈസ ഒന്നും ചോദിച്ചില്ല കേട്ടോ. പിന്നെ വീണ്ടും വന്നപ്പോൾ ഇവിടെ വേറെ ബോർഡറിൽ വന്നപ്പം ബോർഡർ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അവന്മാർക്ക് പൈസ വേണം. 90 ദിവസത്തെ വിസ നിനക്ക് എങ്ങനെ കിട്ടി? 30 ദിവസത്തിലേക്ക് കിട്ടുള്ളൂ. എനിക്ക് ദേഷ്യം വന്നു. ഞാൻ കിടന്നലിച്ചപ്പോൾ പേടിയായി കേട്ടോ. എന്നിട്ട് അവന്മാർ വിട്ട്. പിന്നെ ഇവിടെ പൈസയ്ക്ക് വേണ്ടി അങ്ങോട്ട് ഓഫീസർമാർ തല്ലും. അതായത് പൊട്ടന്മാരാണ് കേട്ടോ. അതായത് ഭിക്ഷക്കാരന്മാരാണ് കേട്ടോ. ഫുള്ള് പൈസ ഒറ്റ വിചാരമേ ഉള്ളൂ. ഇവിടെ ജോലി ചെയ്യുന്ന മലയാളികൾക്കൊക്കെ അത് യൂസ്ഡ് ആയതുകൊണ്ടാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് പെട്ടെന്ന് ഒരാൾ വരുമ്പോൾ ഇത് സഹിക്കാൻ പറ്റൂല കേട്ടോ. ഇത് കുറച്ച് ഓവറാണ് കേട്ടോ ചില സമയത്ത്. അവരുടെ ചില ഇതെന്ന് പറയുമ്പോൾ അവരുടെ അധികാരം പോലെയാണ് കേട്ടോ നമ്മൾ പൈസ കൊടുക്കേണ്ടത്. നമ്മൾ പൈസ ഇവരുടെ വിചാരം
ഞാൻ ഭയങ്കര ഫ്രസ്ട്രേഷനായി, ഞാൻ ഭയങ്കര ഇതായി. ഒരാൾ എന്നെ സഹായിക്കാനെന്നുള്ള പേരിൽ സഹായിക്കാൻ വേണ്ടി വന്നു. പുള്ളിക്കാരൻ്റെ അടുത്ത് ഞാൻ ബെഗ് ചെയ്തു, ചേട്ടാ എനിക്ക് സഹായം വേണം, നിങ്ങൾ മേഴ്സി കാണിക്കണം. അത് ഞാൻ ക്രിസ്ത്യനാണ്, ഞാൻ നിന്നെ അങ്ങനെ ഒന്നും ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് കഴുത്തറുത്തിട്ട് ടാക്സിക്ക് കൊടുക്കാൻ 10,000 രൂപ ഇവിടെ കൊടുക്കണം. പുള്ളിക്കാരൻ നമ്മളടുത്ത് പറയുന്നത് 15,000 ആണെന്ന് കേട്ടോ. ഇത്രയും നേരം വന്നിട്ട് ഞാൻ പിന്നെ ഒരു ചേച്ചിയുടെ അടുത്ത് വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞാൽ പോയിട്ട്, ചേച്ചി എനിക്കൊരു ഹെൽപ്പ് വേണം ചേച്ചി, എല്ലാവരും പറ്റിക്കുന്നുണ്ട് ചേച്ചി, ഒരു നൈജീരിയക്കാരി ചേച്ചിയാണ് കേട്ടോ. എന്നിട്ട് ചേച്ചിയുടെ അടുത്ത് എത്രയാണ് കൊടുക്കുക? പുള്ളിക്കാരി പറഞ്ഞു 10 രൂപ കൊടുത്തു, അത് 10,000 കൊടുത്തത്. 10,000 നെയ്റാണ്. ഞാൻ ബോർഡറിൽ നിന്ന് പൈസയൊക്കെ മാറ്റി, അത്യാവശ്യം എനിക്ക് റേറ്റ് കുറച്ച് നഷ്ടമുണ്ട്, അതൊന്നും കുഴപ്പമില്ല. കുറച്ച് അവിടുത്തെ സേഫ് ഉണ്ടായിരുന്നു. അതായത് സേഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബെനിനിലെയും നമ്മുടെ ടോഗോയിലെയും ബുർക്കിന ഫാസോയിലെയും സെനഗലിലെയൊക്കെ മണി സേഫാന്ന് പറയും. അപ്പോൾ അങ്ങനെ അവസാനം ഇനി ലാഗോസിലോട്ട് പോവാണ്. ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ് കേട്ടോ, ഭയങ്കര സാഡായി. ഞാൻ ഓൾമോസ്റ്റ് കരഞ്ഞു കേട്ടോ, ഞാൻ അവിടെ കരഞ്ഞു. കാരണം എനിക്ക് എങ്ങനെ വന്നു, ഞാൻ തിരിച്ചു പോകാൻ പോയിട്ടോ, ഇതിനെക്കാട്ടി ഫ്ലൈറ്റ് എടുത്ത് പോയാൽ മതി എന്ന് പറഞ്ഞു. നൈജീരിയയിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ സത്യം പറഞ്ഞാൽ കരഞ്ഞു. ഞാൻ പിന്നെ മൂടൊക്കെ മാറി, പിന്നെ ഇനി ഓക്കെ ആയി. ആക്ച്വലി ടോഗോയിലും ബെനിനും ആക്ച്വലി ഓക്കെ ആയിരുന്നു കേട്ടോ, എനിക്ക് വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു. സെറലിയോണും ലൈബീരിയ ഓക്കെ ആയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട രാജ്യമാണ് സെനഗൽ, ആളുകൾ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. പക്ഷേ ഈ എമിഗ്രേഷൻകാരൊക്കെ കുറച്ച് മോശമായിരുന്നു. അപ്പോൾ ഇനി അറിയില്ല കേട്ടോ, എനിക്കറിയില്ല. നൈജീരിയ വിടാൻ പോവാണ്. ഞാൻ ആഫ്രിക്കൻ ജേണി അധികം എൻജോയ് ചെയ്തില്ല കേട്ടോ, അതായത് ഈ വെസ്റ്റ് ആഫ്രിക്കൻ ജേണി എൻജോയ് ചെയ്തില്ല. പൈസ മാത്രം ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരുന്നേ ഉള്ളൂ. എല്ലായിടത്തും ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ, കൈയും വെച്ച് പോലീസുകാരന്മാർ ഇതും വെറുതെ പൈസയ്ക്ക് വേണ്ടി വല്ല കാരണം കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. ഒരു ശ്വാസം വിടട്ടെ. ഓക്കെ, ഇനി നേരെയായി. ഓക്കെ, അപ്പോൾ ഒന്നുമില്ല. അപ്പോൾ ഇനി ലാഗോസിലോട്ട് പോവാണ്. ലാഗോസ് ഇവിടുത്തെ തലസ്ഥാനം അബൂജയാണ്. അബൂജയിലോട്ട് ഞാൻ പോകുന്നുണ്ട്. ഇപ്പം ലാഗോസ് എക്കണോമിക്കൽ ക്യാപിറ്റൽ ആണെന്ന് തോന്നുന്നു. ലാഗോസ് ആണ് അബൂജയും കാട്ടി ഫേമസും കൂടുതൽ ഡെവലപ്ഡും എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. താങ്ക് യു. പുള്ളിക്കാരന്റെ പാസ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് പിടിച്ചോണ്ടുപോയി. എനിക്ക് പാസ്പോർട്ട് ഉണ്ട്, കുഴപ്പമില്ല. പാസ്പോർട്ട് നോക്കി സീൽ കണ്ടു വിട്ടു. ഇങ്ങനെ ആയിരിക്കണം കേട്ടോ, ചെക്ക് പോയിന്റ് ആയാലും എമിഗ്രേഷനിലായാലും. അല്ലെങ്കിൽ ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ ഓക്കെ വാങ്ങരുത്. അല്ലെങ്കിൽ ഇങ്ങനെ ഇവരെ ട്രബിൾ ചെയ്ത് എന്തിനാ ഇങ്ങനെ ഒരുമാതിരി അല്ലെങ്കിൽ ഹറാസ് ചെയ്യുന്ന. ആ നൈജീരിയൻ ഹെൽത്ത് പോർട്ടിൽ ഇരിക്കുന്ന സ്ത്രീ പുള്ളിക്കാരിക്ക് ഞാൻ പൈസ കൊടുക്കൂല അല്ലെങ്കിൽ ഞാൻ തിരിച്ചു പോകുമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയി. പുള്ളിക്കാരിയുടെ ഇതെന്ന് പറയുമ്പോൾ അതായത് നമ്മളെന്തോ അവർക്ക് പൈസ കൊടുക്കാനുണ്ട്, അതുപോലെയാണ് കേട്ടോ അധികാരം. എങ്ങനെ വന്നു എന്നാ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇന്ത്യയിൽ നിങ്ങൾ ഇവിടെ ആരും ഇങ്ങനെ പിഴിയില്ല. ഇന്ത്യയിലും പിഴിയും കേട്ടോ, പക്ഷേ ആഫ്രിക്കയിലെ ഒരു രാജ്യം പോലും ഇന്ത്യയിൽ പിഴിയില്ല കേട്ടോ. അത് ഇന്ത്യയിലെ ഏത് എമിഗ്രേഷൻ ആയാലും എമിഗ്രേഷൻ പിഴിയൊന്നുമില്ല. പിന്നെ ഈ വല്ലപ്പോയി ട്രാഫിക് പോലീസാ ഈ അല്ലാത്ത പോലീസൊക്കെ ചിലപ്പം മനസ്സിലായി, അത് ഫോറിനേഴ്സിന് അവരെ അങ്ങനെ ബുദ്ധിമുട്ടിക്കില്ല. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യയിൽ നിന്ന് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അഴിമതിയും ഇതും ഉത്തരേന്ത്യയിലൊക്കെ നല്ല അഴിമതി ഉണ്ട്, ഓക്കെ. ബട്ട് ആഫ്രിക്കൻ രാജ്യം വെച്ച് നമുക്ക് നോക്കുമ്പോൾ ഒന്നും ആയില്ല. അത് പുള്ളിക്കാരൻ പോയി പൈസ കൊടുത്തു വന്നു. പൈസ തെറ്റുണ്ടെങ്കിൽ കുഴപ്പമില്ല, പൈസ കൊടുക്കുമ്പോൾ അത് അവരുടേതാണ്. തെറ്റായിട്ട് പോകുന്നതിനാണ്, എല്ലാ ഡോക്യുമെന്റും ക്ലിയർ ആയി എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത് ഇങ്ങനെ. Why everywhere checkpoint, brother? Everywhere checkpoint. Who are you? Who are you interviewing? They are looking for money. They are looking for money. No, I'm not looking for money. They are doing the security work. What security? They are looking for money. This is border route. What? This is border route. You can see it. 50 meters. like they don't trust the other people. 50 meter. 50 മീറ്റർ വെച്ചിട്ട് 50 മീറ്റർ നിങ്ങൾ ആലോചിച്ചു. 50 മീറ്റർ 50 മീറ്റർ വെച്ച് ചെക്ക് പോയിന്റ് കേട്ടോ ഈ ബോർഡറിൽ നിന്ന് അപ്പുറത്ത്. ഇപ്പൊ ഒരു 100 മീറ്റർ. പൈസക്ക് വേണ്ടിയാണ് എല്ലാം അടുത്ത ചെക്ക് പോയിന്റ് കണ്ടില്ലേ. Thank God that you have passport. No. You wind up. But the things that one of the time they believe, me I not go fit tell you that we must see it. It's our word. That's why I know now. But don't. What are you saying? What will not be matter? You go take and say na matter. No be matter. No be. We must see it. That is why we are here.
You may have passport, but your name is suspect in this. Yes. How will you do? What happened? Want your help on my motor? Thank you. Want your help for that? Now be bad people now. Me I'm from Edo man too. I don't send anything where they happen at all for this life. Yes, but they will go set. You don't go say it. God no go let am say. It's okay now. Everybody people wey no dey fear death, they not dey send anything. Wallahi. We don't die and go, we won't die and go come. But if I see money that day, I even give 500. I give 500 naira that day. Now I say I no get money. They call your oga. They call your oga. How are you? I no go put anybody for prison. Do you still want to see my rent? Yes, sir. And how about you, sir? പുള്ളിക്കാരനും അവരും വാക്കേറ്റത്തിലായി പിന്നെ ചെക്ക് ചെയ്തു പോയി. ഇതിപ്പോ 40 മീറ്റർ 40-30 മീറ്റർ കഴിഞ്ഞ അടുത്ത ചെക്ക് പോയിന്റ് നിർത്തിയില്ല, ഭാഗ്യമുണ്ട്. അടുത്തത് 10 മീറ്റർ. കോമഡിയാണ് കേട്ടോ. 10 മീറ്റർ ചെക്ക് പോയിന്റ്. എന്റെ പടച്ചോനെ, 10 മീറ്റർ ഇവിടെ നിന്ന് അപ്പുറം വരെ നടന്നാൽ മതി. ഇവിടെ നിർത്തിയിട്ട് എന്റെ ബാഗ് തുറന്ന് ബാഗ് കാണണം. പുള്ളിക്കാരൻ എന്റെ ചട്ടി കാണണമെന്ന് കേട്ടോ. ഇറ്റ്സ് ഓക്കെ. പുള്ളിക്കാരൻ കിടന്ന് ചൂടായി അടിയായി കേട്ടോ. അടുത്ത വീണ്ടും അടുത്ത 10 മീറ്ററിൽ താണ്ട അടുത്ത സ്ഥലം. എന്റെ പടച്ചോനെ, പുള്ളിക്കാരൻ നിർത്താതെ പോയി കേട്ടോ. പുള്ളിക്കാരന്റെ ദേഷ്യം വന്ന് പുള്ളിക്കാരൻ നിർത്താതെ പോയി കൈ കാണിച്ചിട്ട്. അടുത്ത 10 മീറ്റർ അവിടെ ആരും കൈ കാണിക്കുന്നില്ല. Somebody's back, custom. What do you want? Are you a drug agency? Hello. Which national? Lebanese? No Philippines? No Philippine, no China, no Nigerian. Yeah, I know. With Go Gus. Gus. Try to find where I'm from. I don't know. Tell me. Huh? Tell me. No, from Nigeria. Ah, nah. Why? Which Nigeria? Nigeria no there. What do you think? Where is it ever now? You want passport? Yeah, the passport. Then you will know. Where you go to now? What do you think? India. India, yeah. I don't look Indian. You don't look Indian. I don't look Indian, yeah. Where India are you from? I'm from Kerala. Kerala. There is a land of coconut. You see coconut? Kerala means land of coconut. I'll show you the stamp. Where is this time? This one. I Thank you. told about you. This I was by you. Oh, you are Indian too. I'm from Kerala. Nobody go house. Land of coconut. You know go tell you. It's bye-bye only. You say bye-bye. In Hindi. Bro, save time now. Since Bye-bye. everybody don't close You still bye-bye? We say bye-bye. Wallahi they. I think it's because of you they're delaying us. വീണ്ടും അവര് Because of the light skin. വീണ്ടും ബാഗ് വയ്ക്കാൻ വേണ്ടി പോവാം. Sorry. No, it's okay. അയ്യോ, എന്റെ ബാഗിൽ എല്ലാ സാധനവും We have to face it. എടുത്ത് Once you നോക്കട്ടോ. enter, you ഈച്ച് ആൻഡ് face it. എവറിത്തിങ്. എന്തോ ഡ്രഗ് കൺട്രോൾ എന്നും പറഞ്ഞു. Yes. This is Nigeria. If you are genuine. No. ചെക്ക് പോയിന്റുകളെല്ലാം കഴിഞ്ഞു. ഇപ്പൊ നമ്മള് മാർക്കറ്റൊക്കെ കയറി ഇപ്പൊ മെയിൻ റോഡിലൂടെ ലാഗോസിലോട്ട് പോവാണ്. ഇതെല്ലാം ഇവിടുത്തെ ഷെയർ ടാക്സി വണ്ടികളാണ്, മഞ്ഞ വണ്ടി. ഇവിടെ
ഇവിടുത്തെ മാർക്കറ്റൊക്കെ എന്ത് തിരക്ക്, കുട്ടികൾ വെള്ളം വിൽക്കാൻ വേണ്ടി ഓടുന്ന കാഴ്ചയാണ്. അങ്ങനെ അവസാനം നമ്മള് മൈൽ 2 എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് വന്നു. അടുത്ത ഒരു ചെറിയ പെട്ടി വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഇതാ ഇതിന്റെ മണ്ടയിൽ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ബൈ ബൈ. അങ്ങനെ മോണിക്കയെ ഞാനിവിടെ വന്നിട്ട് കുറേ മോണിക്കയെ ഞാൻ കയറ്റി വിടുവാണ് മോണിക്കയുടെ ഫ്രണ്ടിൻ്റെ അടുത്ത്. ഓക്കെ ഓക്കെ let me know, okay, when you reach safely. Okay, I'll have some. I'll manage myself now. Okay, thank you so much. Okay, thank you. Wait. This way. Right. Thank you so much. Okay, thank you, man. Huh? Minra. പുള്ളിക്കാരന് പൈസ കൊടുക്കാനാണ്, ഞാൻ കൊടുക്കട്ടെ. ഓട്ടെ. ഇവിടെ ആരും ഓസിന് ഒരു ഹെൽപ്പും ചെയ്യില്ല കേട്ടോ. ഞാൻ പുള്ളിക്കാരന് 2000 കൊടുത്തു. 2000 കൊടുത്തപ്പോൾ 2000 പറ്റൂല. 2000 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ 120 രൂപ ആയി കേട്ടോ. അത്രയും വാങ്ങിച്ചു. പുള്ളിക്കാരന് 2000 കൊടുക്കുക. കാരണം ആദ്യം 1000 എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത്. അത് കൊടുത്തപ്പം അവർ 2 പേരുണ്ട്. അങ്ങനെ 2000 കൊടുത്തു. ഞാൻ എന്തായാലും ഈ മാർക്കറ്റിലൂടെ നടന്നു പോവാണ്. കാണുന്നത് നല്ല വലിയൊരു മാർക്കറ്റ് ഏരിയ ആണ്. ഇവിടെ ഫുള്ള് തിക്കും തിരക്കും. അതായത് ഇവിടുത്തെ ബിൽഡിംഗ് എല്ലാം പഴയ ബിൽഡിംഗ് ആണ്. ഫുള്ള് മാർക്കറ്റും ഓട്ടോറിക്ഷയും തിരക്കാണ്. ഫോണൊക്കെ സൂക്ഷിക്കണം. ആരെങ്കിലും ഫോൺ അടിച്ചുകൊണ്ടുപോയാൽ നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ സൂക്ഷിച്ച് പിടിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. പിന്നെ ചില കോമാളികൾ ഫ്രണ്ടിൽ വന്നിട്ട് കോക്കറി കാണിച്ചിട്ട് തടസ്സമാക്കുന്ന ഒരു ഹറാസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ ആക്ച്വലി കുറേ ആളുകൾ ഇന്ന് വഴിയിൽ നിന്ന് നിസ്കരിക്കുന്ന കാഴ്ചയാണ്. ഇവിടെ കണ്ടില്ലേ, ഫുള്ള് വെള്ളവും. നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള പള്ളി. നല്ല മണിയൊക്കെ അടിക്കുന്നുണ്ട് പള്ളിയിൽ നിന്ന്. ഇവിടെ ഫുള്ള് വെള്ളവും ഇതും ഫുള്ള്. മറ്റേ അത്ഭുത ദ്വീപ് സിനിമയിലെ മറ്റേ അവൻ വയറാവുന്നത്, അവൻ പച്ചക്കളറ് മരുന്ന് കുടിച്ച് വലുതാവുന്നത്, അതുപോലെ കേട്ടോ. ആ കളർ വെള്ളം, നമ്മുടെ പച്ചക്കളറ് മരുന്ന് വെള്ളം വലുതാവാനുള്ള. ഞാനങ്ങനെ വഴിയിൽ നിന്ന് ഒരു വണ്ടിയിലോട്ട് ചാടി കയറി ഒച്ചിക്കുള്ള ബേയിലോട്ട് പോകുന്ന ഒരിതാണ്. ഇവിടെ കുറേ വണ്ടികൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കിടക്കുവാണ്. ഇവിടുത്തെ സ്ത്രീകളുടെ ഡ്രസ്സൊക്കെ കണ്ടില്ല, ഇവർ കല്യാണത്തിന് ഇടുന്ന ഡ്രസ്സാണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല രസമുണ്ട്. ഇവിടെ നമ്മുടെ മദ്യക്കുപ്പിയൊക്കെ വഴിയരികിലാണ് കേട്ടോ ഇട്ട് വിൽക്കുന്നത്. നമ്മുടെ വലിയ വലിയ മദ്യക്കുപ്പികളൊക്കെ. ഇവിടെ ഡോറൊക്കെ വെറുതെ തുറന്നു വന്നു, അടയുന്നു. ഞാനിനി വന്നത് ഞാനിവിടുത്തെ ഒരു ലോക്കൽ സുഹൃത്തിനോടൊപ്പം ചെയ്യാൻ വേണ്ടി പോവാണ്. നാളെ എനിക്ക് അബൂജയ്ക്ക് പോകണമെങ്കിൽ ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലത്. അപ്പം ഞാൻ അതുകൊണ്ടാണ് അവിടെ മോണിക്കയുടെ കൂടെ പോവാത്തെ. ഇവിടെ നമ്മുടെ സ്ത്രീകളുടെ ഡ്രസ്സാണ് കേട്ടോ. അത് പഴയത് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന കാഴ്ചയാ വിൽക്കാൻ വേണ്ടി. ഞാനിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ, പുള്ളിയുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പക്ഷേ ഞാൻ അറിയില്ല, പുള്ളിക്കാരി വിളിക്കുകയാണ്. എൻ്റെ കയ്യിൽ സിം കാർഡും ഇല്ല. സിം കാർഡ് എടുക്കണമെങ്കിൽ ഇവിടെ എന്തോ MTNൻ്റെ എന്തോ ഇത് വേണം കേട്ടോ. നമ്മൾ സിം കാർഡ് എടുക്കുന്നെങ്കിൽ അങ്ങനത്തെ എന്തോ സംഭവമുണ്ട്. നമുക്ക് ഡയറക്റ്റ് പാസ്പോർട്ട് വെച്ച് എടുക്കാൻ പറ്റൂല എന്ന് തോന്നുന്നു. നെറ്റില്ലാത്തതിൻ്റെ കഷ്ടമാണ്. വീണ്ടും ഹെൽപ്പ് ചോദിക്കേണ്ടി വന്നു എനിക്ക്. ഹലോ, ഹൗ ആർ യു? I'm fine, thank you. Hi. Oh, nice to meet you. Yeah. Finally, I reached my place. Oh, I have the location. Oh. Yeah, it's easy. Walked from there. Yeah, from there, yeah. Sorry. മൂന്നാമത്തെ നിലയിലാണല്ലോ നമ്മൾ നടന്നു വന്നേ. താങ്ക് യു സോ മച്ച്. റൂമിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു.
Now you're going to change within a second. ഇപ്പൊ കണ്ടില്ലേ ആള് മാറുന്നത്, മുഖം മാറുന്നത്. ഇവരുടെ മുടിയാണ് ഇവരുടെ ഇത്. Now you look so beautiful. I mean, you look always beautiful. Don't worry. Yeah. കണ്ടില്ലേ പുള്ളിക്കാരി? കൊള്ളാം കേട്ടോ. ഞാനൊന്ന് കുളിച്ച് വൃത്തിയായി. ഞാൻ ഡ്രസ്സൊക്കെ കഴുകിയിട്ട് കണ്ടില്ലേ. ഞാനിപ്പോൾ ഇപ്പം ചില ആളുകൾ പറയും ഞാൻ കഴുകുന്നില്ല എന്ന് പറയും. തന്നെ കഴുകി ഉണക്കിയിട്ടൊക്കെയാണ്. അപ്പോൾ ഇനി നാളെ മിക്കവാറും അബൂജ പോകാം കേട്ടോ. അബൂജ പോകാനായിട്ട് ട്രാൻസ്പോർട്ടൊക്കെ നോക്കുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഐ ലൈക്ക് യുവർ റൂം വിനോ. നല്ല വിൻഡ്. പുള്ളിക്കാരി ആക്ച്വലി സേ അബൌട്ട് യു, വാട്ട് ഡു യു ഡു? I'm a travel agent. I travel for a living. I love to travel. പുള്ളിക്കാരി ട്രാവൽ ഏജന്റ്. യു ട്രാവൽ ഫോർ യുവർ I mean I travel for work. I travel for fun. I just love to travel. That's nice, you know. പുള്ളിക്കാരി ഒരു ട്രാവൽ ഏജന്റ് ആണ് കേട്ടോ. ഈ നൈജീരിയക്കാർക്ക് ആക്ച്വലി ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്കാരി സ്വന്തമായിട്ട് ഒരു കമ്പനിയൊക്കെ ഉണ്ട്. നൈജീരിയക്കാർ എവിടെ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പുള്ളിക്കാരി കൊണ്ടുപോകും. അപ്പോൾ വിസ അങ്ങനെയൊക്കെ കാര്യങ്ങളെടുക്കും. അപ്പം ഞാൻ നമ്മുടെ സൗമ്യ ചേച്ചി തന്നോട്ട ചപ്പാത്തി കഴിച്ചു. അത് കുറച്ച് ബാക്കി വെച്ചിരിക്കുകയാണ്. ചേച്ചി ഞാൻ പിന്നീട് കഴിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും എന്നെ ബെനില് നമ്മുടെ കുറച്ച് മലയാളികളെല്ലാം കൂടി നമ്മളൊരു ഡിന്നറിന് പോയിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി. എല്ലാവരും നല്ല നമ്മുടെ അഭയ് ചേട്ടൻ അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അയ്യോ, ഞാൻ അഭയ് ചേട്ടൻ്റെ പേര് മാത്രം പറഞ്ഞു, അത് മാത്രമാണ് ഓർമ്മ വന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരുടെ അടുത്തും നന്ദി പറയാണ്. ബെനിലെ മലയാളികൾ എല്ലാവരുടെ അടുത്തും നന്ദി പറയാണ്. ഡു യു വാണ്ട് ടു സേ നന്ദി? നന്ദി. Yeah, it means thank you in my language, Malayalam. Yeah, so nanne. You know my state, where I'm from? Kerala. Yeah, it's good. Kerala. Which movie we watch? What's our movie industry? Mollywood. Yeah, നമ്മുടെ മൂവി ഇൻഡസ്ട്രി. യു സോ ദൃശ്യം കണ്ടു, മനസ്സിലായില്ലേ? അങ്ങനെ ഞാൻ വന്നപ്പോഴേ കുറച്ച് ഒരു നമ്മുടെ നാട്ടിന്റെ ഒരു കുറച്ച് ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. Let's go. Okay. You say you're welcome. You said thank you, and how do I say it? Welcome. Sogadam. Yeah. Okay. And for thank you, Nanni. And we say one word, Adipoli. Okay. It's a new gen word. We say Adipoli for everything. Adipoli means like Adipoli means for something good, you know. Like I'm asking you, how are you feeling? You say Adipoli. How was the food? You say Adipoli. It's like a new generation word for like something good, you know. Something good. Like I said, yeah, Adipoli. Nice. Adipoli vibe, yeah. അപ്പം ബസ് സ്റ്റേഷനിൽ പോയിട്ട് ബസ്സിന്റെ കാര്യം ഒന്ന് നോക്കിയിട്ട് പെട്ടെന്ന് വരാം. ഇല്ല, നമ്മുടെ ജനറേറ്റർ ആണ് കേട്ടോ. ഇവിടെ ഒന്നും കറണ്ട് ഇല്ല. നമ്മൾ ബസ്സിന് വേണ്ടി പുറത്തോട്ട് ഇറങ്ങി. അവിടെ കണ്ടില്ലേ, ഇവിടെ ജനറേറ്റർ ആണ് എല്ലായിടത്തും വെച്ചിരിക്കുന്നത്. അതായത് ഇവിടെ കറണ്ട് ഇല്ല കേട്ടോ. പക്ഷേ നിങ്ങളൊരു കാര്യം കേൾക്കണം, ബെനിൻ എന്ന് പറയുന്ന രാജ്യത്ത് കറണ്ട് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അവരുടെ കറണ്ട് വരുന്നത് ഗാനയിൽ നിന്നും നൈജീരിയ നിന്നാണ് അവരുടെ 80% കറണ്ട് വരുന്നത്. പക്ഷെ അതേസമയം നൈജീരിയ കറണ്ട് ബെനിന് വിൽക്കുകൊണ്ട് കറണ്ട് ഇവിടെ ഇല്ലേന്നാനും ഇവിടത്തുള്ള ആളുകൾക്ക് ഇവരുടെ ഗവൺമെന്റ് കറണ്ട് കൊടുക്കുന്നില്ല. അതേസമയം പുറത്ത് മറിച്ച് വിൽക്കുവാണ് കേട്ടോ, പൈസ ഉണ്ടാക്കാൻ വേണ്ടി. ഇവിടത്തുള്ള ആളുകൾ സഫറേറ്റ് എന്നുള്ള രീതിയിൽ ഫുള്ള് മഞ്ഞമയമാണല്ലോ. ഇവിടെ മാങ്ങ, ഇവിടെ മഞ്ഞ കളർ ടാക്സികൾ ഫുള്ള് മഞ്ഞമയമാണ്. വഴിയഴുകിലൂടെ നടന്നു വന്നപ്പോഴാണ് ഇവിടെ തന്നെ യാമ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്, വലിപ്പമുള്ള യാമ്. ഇത് ആക്ച്വലി ഇവിടെ നമുക്ക് ധാരാളം കാണാൻ സാധിക്കും. What are you going to cook now? Sorry? Yam and egg. Yeah. Fried egg. You gonna fry it? Yeah. I can fry it, I can cook it. ഇവര് കുക്ക് ചെയ്യാൻ പറ്റും, ഫ്രൈ ചെയ്യാൻ പറ്റും. നൈസ്, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇത്രയും വലുത് കേട്ടോ. സോ ദിസ് ഈസ് വൺ ഓഫ് ദ മെയിൻ ഫുഡ് ഓഫ് യുവേഴ്സ്. യാം. We love, so there are different ways of making it. You could boil it, you could fry it, you could pound it. ഓക്കെ. പൊടിക്കാം, ഇടിക്കാം, കഴിക്കാം. There's so many things. അവിടെ താണ്ടേ So that's like the skin of a cow that you used to make leather. That's it. So we eat it. Oh. How are you? I'm fine. Good. How to? Good. Yeah, man. ഇത് കൗവിന്റെ സ്കിന്നാണ് കേട്ടോ. അവരെന്തോ ലെതർ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന കാഴ്ച. അതാ. You know what? It's a leather. Pomo. അതായത് കൗവിന്റെ ഇതാണ്. അവര് ലെതറാക്കി എടുക്കാനാണ് കേട്ടോ. കൊള്ളാലോ സാധനം. Thank you. No. I look like Ghanaian. No, it's my friend gift.
Yeah. Your friend Ghanaian. No Ghanaian. It's fine. It's my friend gift. I like. Thank you. Your baby? Yeah. Oh, nice baby. Yeah, man. Oh. Take care. See you. You're welcome to Africa. Thank you so much. Welcome. What do you think? Welcome country. What do you think? Just go guess. The guy see, What do you think? Where I'm from? you look like Italian. I look like Italian. Okay. Look Indian. I got Yeah. something. Rose. I'm from India. India. Yeah. Sorry, I gave you. Yeah. I'm from India. Yeah. You're nice, man. I like you. What's the name? You like my hair? Yeah. പുള്ളിക്കാരി എൻ്റെ ഹെയർ ഇഷ്ടമാണ്. Thank you so much. Thank you. Okay, man. Thank you so much. Okay. ആളുകൾ നല്ല ഫ്രണ്ട്ലി ആണ് കേട്ടോ. Yeah, they are friendly, Oh right? yeah, Nigerians are Nice. now you have to. ഓ ഇനി എന്നെ കെയർഫുൾ ആവണം കേട്ടോ. ഫോൺ ഇങ്ങനെ വഴിയിൽ പിടിച്ചോണ്ട് നടക്കുന്നത് നല്ലതല്ല. ആരെങ്കിലും തട്ടിയെടുത്തുണ്ടോ? ഓട്ടോയ്ക്ക് കണ്ടില്ലേ? ജിബോവു എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ബസ് അന്വേഷിക്കാൻ വേണ്ടി വന്നത്. സ്റ്റേഷനിൽ വന്നപ്പോൾ ഇവിടെ പൈസ അക്സെപ്റ്റ് ചെയ്യും. ഇവിടെ അങ്ങനെ അധികം ആൾക്കാർ പൈസ ഉപയോഗിക്കുന്നില്ല. ഇവിടെ എല്ലാം ട്രാൻസ്പോർട്ട് കമ്പനീസ് ആണ് വണ്ടിയുടെ. അങ്ങനെ രാവിലെ ഇറങ്ങി ഞാൻ സിം എടുക്കാൻ വേണ്ടി വന്നതാണ്. നല്ല വെയിൽ കേട്ടോ. പുറത്ത് സിം എടുത്തിട്ടുണ്ട്. ഇവിടെ ആക്ച്വലി MTNൻ്റെ സിമ്മാണ് എടുത്തത്. ഇവിടെ സിം എടുക്കണമെങ്കിൽ പുറത്തുള്ള ആളുകളുടെ ഇവരുടെ നാഷണൽ ഐഡൻറ്റിറ്റി ഒരു നമ്പർ വേണം. NIN എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഹലോ, മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ കുറച്ച് ചപ്പാത്തിയൊക്കെ ഇറങ്ങിയിട്ട് സ്ട്രീറ്റിലോട്ട് ഇറങ്ങിയാണ്. പുള്ളിക്കാരി ആക്ച്വലി അതായത് ഇവിടെ ട്രൈബുകളുണ്ട് കേട്ടോ. ഹൗൺസ, പിന്നെ യൊറൂബ, ഇഗ്ബോ, ഹൗൺസ, യൊറൂബ. ഹൗൺസ എന്ന് പറയുമ്പോൾ നോർത്ത് ഭാഗത്താണ്. അവരെന്ന് പറയുമ്പോൾ കൂടുതൽ മുസ്ലിംസ് ആണ്. പിന്നെ യൊറൂബ എന്ന് പറയുമ്പം മിക്സഡ്, ഈ ലാഗോസ് സൗത്ത് വെസ്റ്റ് ഭാഗത്ത് ഈ ഒരു ഭാഗത്തൊക്കെ അവരെന്ന് പറയുമ്പം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മിക്സ് ആയിട്ടുള്ള ഒരു ട്രൈബ് വിഭാഗമാണ്. പിന്നെ ആൻഡ് ക്രിസ്ത്യൻ ഈസ് വിച്ച് ട്രൈബ്? ഈബോസ് എന്ന് പറയുമ്പോൾ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത്, നമ്മുടെ ക്യാമറൂൺ അതിൻ്റെ അങ്ങോട്ടുള്ള ഭാഗത്തൊക്കെയാണ് അവർ കൂടുതൽ സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ. അവരെന്ന് പറയുമ്പോൾ കൂടുതൽ ക്രിസ്ത്യൻസ് ആണ്. യു ഹാവ് ടു ഗോ ദിസ് വേ. പുള്ളിക്കാരി അപ്പം മിക്സ് ആണ് കേട്ടോ. പുള്ളിക്കാരിയുടെ അച്ഛൻ മുസ്ലിമും പുള്ളിക്കാരിയുടെ അമ്മ ക്രിസ്ത്യാനും. അതായത് പുള്ളിക്കാരി യൊറൂബയാണ്. യൊറൂബക്കാരെന്ന് പറയുമ്പോൾ മിക്സഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. മതസൗഹാർദ്ദം നിറഞ്ഞ നാടാണ് കേട്ടോ. ഇവൾക്ക് തന്നെ രണ്ട്. വാട്ട് ഈസ് യുവർ മുസ്ലിം നെയിം? സിംബിയ. ആൻഡ് യു ഹാവ് ക്രിസ്ത്യൻ നെയിം? So my Nigerian. My Igbo name Chiamaka. God is beautiful. God is beautiful. അങ്ങനെയാണ് കേട്ടോ. മിക്സഡ് ആയിട്ടുള്ള യൊറൂബ ഇതാണ്. പുള്ളിക്കാരൻ്റെ വണ്ടിയിൽ ഫുള്ള് ഇതാണ് കേട്ടോ. അതായത് ഈ ഹൗസ് വിഭാഗമാണ് കേട്ടോ കൂടുതൽ ഈ പൊളിറ്റിക്കലും, അതായത് ഇവിടുത്തെ ഭരിക്കുന്നതും ഭരണം നടത്തുന്നതും എല്ലാം ഹൗസ ട്രൈബാണ്. ഞാൻ നെരുങ്ങി കൂട്ടിയിരിക്കുകയാണ്. ഓട്ടോയിൽ കയറുന്നുണ്ട് നമ്മൾ പൈസ കൊടുക്കുന്നുണ്ടല്ലോ. You have to pay before you. Oh yeah, definitely. നല്ല ചൂട് കേട്ടോ ഇവിടെ. അയ്യോ. Yeah, sorry, it's hot. It's so hot. Yeah, it's like my place. അത് എല്ലാ സംഭവങ്ങളും അത്യാവശ്യം നീറ്റും ക്ലീൻ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. റോഡായാലും കണ്ടോ. ഇവിടുത്തെ ഒരു ബാങ്കിലോട്ട് വന്നാണ്. UBA ബാങ്ക്. Wow. We have to go separately? I've been there. Is it? No. Please come. See that phone. Hold the phone. Okay, hold you. Bring out the phone, my break. Sit down. Wow. ഇതെന്ത് ചെറിയ ക്യാപ്സൂൾ പോലത്തെ ഇതാണല്ലോ. ലാഗോസിന്റെ പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. നല്ല രസമാണ് കേട്ടോ. കുറേ ഐലൻഡുകളാണ്. നമ്മുടെ MSCയുടെ ഷിപ്പൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. പൊതുവേ ഞാൻ കേട്ടത് ഇവിടുത്തെ പോർട്ട് എക്സ്പെൻസീവ് ആണ് കേട്ടോ. കമ്പയർഡ് ടു ബെനിനെ കാട്ടിയൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. എനിക്ക് ലാഗോസ് അത്യാവശ്യം ഒരു ചെറിയൊരു കാഴ്ചയിൽ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ലക്കി എന്ന് പറഞ്ഞ ഒരു ഭാഗത്തോട്ട് പോവാണ്. അവിടെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സ്പായിൽ പോയിട്ട് ഒന്ന് മുഖമൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി പോവാ. അങ്ങനെ ഞാൻ എൻ്റെ മുഖമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ റെക്ടിഫൈ എന്ന് പറഞ്ഞ ഒരു സ്പായിൽ വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് ഓലയെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇവരുടെ ഒരു ചെറിയ ഫേഷ്യലും ബോഡി. ഹായ്, ഹൗ ആർ യു? Hi, I'm good. How are you? Good. Thank you so much for inviting me. Okay. I'm so happy and pleased to invite you to Retify. People will come. Okay, all the people should come here. Come to Retify. Come heal your skin. This is a facial and body treatment spa. Come get the best facial treatments. We got you. All right? I'll Are see. you I'll ready check for it your out. session? Yeah. All right, come in. Yeah. Cover your hair. Okay. Just walk me through that. അങ്ങനെ എൻ്റെ ഫേസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആദ്യമായിട്ടാണ് കേട്ടോ. ഇവിടെ എന്തൊക്കെയുണ്ടല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ഫേസിൽ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നത്.
പഠിച്ചവനെ വേദന എടുക്കൂന്നൊക്കെ പറഞ്ഞു കേട്ടോ, മുഖത്ത് വേദന എടുക്കൂന്നൊക്കെ പറഞ്ഞു. ഇതെങ്ങനെയാണെന്തോ. ഓക്കെ, So you help me remove the top. മുഖം തണ്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഞാൻ ആദ്യം ഇങ്ങോട്ട് നോക്കാം. ഞാൻ ഇതാ ഇവിടെ കണ്ടില്ലേ. ഇനി എങ്ങനെ ആവുമെന്ന് നമുക്ക് തിരിച്ചു നോക്കാം. ഓക്കെ, സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാവുമാണ് കേട്ടോ. നല്ല പേടിയുണ്ട്. എന്തോ ക്രീമൊക്കെ അടിക്കുന്നു, എന്തോ സ്പ്രേ അടിക്കുന്നുണ്ടോ. ഭയങ്കര നാറ്റം കേട്ടോ. എൻ്റെ മുഖം നാറി വയ്യ, എനിക്ക് തന്നെ പറ്റുന്നില്ല. നീറി തുടങ്ങി മുഖമൊക്കെ. ഇവിടെ ആവി വരുന്നുണ്ട് സൈഡിൽ നിന്ന്. എനിക്കറിയില്ല, എന്തോ ക്രീമൊക്കെ വെച്ചു. ചൊറിയൊക്കെ റാഷസ് പോലെ തോന്നുന്നുണ്ട് കേട്ടോ. എന്താ ചൊറിയുന്നു മുഖമൊക്കെ. Mine's been 15, so if I choose. Yeah. My best friend, my sister. Sir. There's like 2 weeks in between our birthday, so we try to do something in between to celebrate the Okay, you just have to relax your face for me. Sorry. വേദന എടുത്ത് വയ്യ, എന്തൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. കുറേ നേരമായി എന്തൊക്കെ ദേഹത്ത് ഇട്ടിട്ടുണ്ട്. തീർന്നുണ്ട് കേട്ടോ എന്തോ. Good, very good, very nice. It's a bit so bad. ദേഹമെല്ലാം നീറുവാണ് കേട്ടോ, നല്ലതെല്ലാം നേരുവാണ്. കാരണം എൻ്റെ മുഖമൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. തൽക്കാലം കൊള്ളാമെന്ന് വിചാരിക്കുന്നു. വെയിലൊന്നും കൊള്ളൂല. ലാല് വെയിലുള്ളത് നടക്കാൻ പറ്റുമോ? അപ്പോൾ എന്താവോ തെറ്റി. ഓക്കെ, താങ്ക് യു, ഇറ്റ് വാസ് സോ നൈസ്. ഇവരാണ് കേട്ടോ, ഇവർക്ക് കുറേ പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ട്. താങ്ക് യു സോ മച്ച്. സേ ഹൈ ടു യുവർ ഫിയാൻസി. ഓക്കെ, മീറ്റ്. താങ്ക് യു മാൻ, താങ്ക് യു സോ മച്ച്. ഓക്കെ, നമ്മളിനി പുറത്തോട്ട് പോവാണ്. ഇനി വെയിൽ കൊള്ളരുത്.